ഹായ് എവരിവൺ, ഏവർക്കും ട്രാപ്പ് ട്രേഡർ മെൽറ്റിൻ്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ്, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ബിഹേവിയറും അതിനനുസരിച്ച് മാർക്കറ്റ് ഈ ആഴ്ച റീറ്റെയിലേഴ്സിനെ എങ്ങനെ ട്രാപ്പ് ചെയ്യാം, ആ ട്രാപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രോഫിറ്റബിൾ, ആ ട്രാപ്പിനെ എങ്ങനെ ട്രേഡായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ട്രാപ്പ് ട്രേഡിംഗ് വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഞാൻ എൻ്റെ ടെലിഗ്രാം പേഴ്സണൽ ഐ ഡി, എനിക്ക് വേറെ ഒരു ഗ്രൂപ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പോ ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഒന്നുമില്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഐ ഡി അതിൽ കൊടുത്തേക്കാം. അതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ലിങ്കിലൂടെ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ബിഹേവിയർ, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് ബിഹേവിയർ എങ്ങനെ ബിഹേവിയർ ചെയ്തു, ഈ ആഴ്ചയിൽ എങ്ങനെ ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് മാത്രമാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച, അതായത് ഈ 6-ാം തീയതി തൊട്ട് 10 വരെയുള്ള തീയതിയുള്ള ഒരു പെർഫോമൻസ് നമുക്ക് നോക്കാം. മാർക്കറ്റ് ഫുള്ളി ഒരു സൈഡ് വൈസ് മൊമെൻറ്റമാണ്. ഈ സൈഡ് വൈസ് മൊമെൻറ്റ് നമ്മൾ കുറച്ച് ദിവസം മുന്നേയും കണ്ടിരുന്നു. ഓക്കെ, അതെന്നായിരുന്നു? കഴിഞ്ഞ സെയിം ആഴ്ച. ആ ആഴ്ചകളിൽ മാർക്കറ്റ് എന്താണ് സംഭവിച്ചത് അതുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യുക. അതങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം പിടികിട്ടും. ഇത് കണ്ടോ, മാർക്കറ്റ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ, ഈ ജനുവരി ലാസ്റ്റ് 2 വീക്ക് മാർക്കറ്റ് കഴിഞ്ഞ ജനുവരി 9 തൊട്ട് ഈ ഒരു ഏരിയയിൽ, അതായത് 3 ആഴ്ചക്കടുത്ത് ഒരു ഏരിയയിൽ സ്റ്റക്കായിരുന്നു. ഞാനന്ന് എൻ്റെ വീഡിയോസ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഒരു റേഞ്ചിനകത്ത് നിൽക്കുകയാണ്. ഓക്കെ, കണ്ട, ഈ ഒരു റേഞ്ചിനകത്ത് നിൽക്കുകയാണ്. സോ ഈ ഒരു റേഞ്ചിനകത്ത് നിൽക്കുമ്പോൾ മാക്സിമം നിറയെ ഇവിടുന്ന് ഡബിൾ ടോപ്പ് കണ്ട് നിറയെ ബയേഴ്സിന് ഇൻവൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടുന്ന് സെല്ലേഴ്സ്. സോ ഈ ഏതെങ്കിലും ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ടാണ് വരുന്നതെങ്കിൽ ഒബ്വിയസ്ലി, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ടാണ് വരുന്നതെങ്കിൽ ഒബ്വിയസ്ലി സെല്ലേഴ്സ് എൻട്രി എടുക്കും. അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു സോൺ ബ്രേക്ക് ആയപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്തത്? മാർക്കറ്റ് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ആ സ്പീഡ് കണ്ടോ, മാർക്കറ്റ് താഴത്തോട്ട് പോയത്. ഓക്കെ, താഴത്തോട്ട് പോകുന്നു. ഓക്കെ, ഇതൊരു ബാക്ക് ടെസ്റ്റാണ്. ഞാൻ പറഞ്ഞത് ഈ ആഴ്ചയിൽ അങ്ങനെ സംഭവിക്കാമെന്നല്ല. മാക്സിമം ആളുകൾ ഇതേപോലെയുള്ള ഒരു സോൺസ്, അല്ലെങ്കിൽ ഈ ഒരു സോൺസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ, അല്ല കഴിഞ്ഞ മാസം ഇതേപോലെയാണ് സംഭവിച്ചത്, ഈ മാസവും ഇതേപോലെ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരിക്കും. ബിക്കോസ് മാർക്കറ്റ് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഒരു റേഞ്ചിനകത്താണ്. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂ താഴ്ത്തു വന്നു, അതിനുശേഷം ഈ ഏരിയ റിക്കവറായി ഈ ഏരിയ തന്നെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അതായത് ഈ ഏരിയ തന്നെ ശ്രദ്ധിക്കുക, ഈ കഴിഞ്ഞ ഒരാഴ്ച ഫുള്ളും അത് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സെല്ലേഴ്സ് ഇവിടെ വന്നു, ഈ ഒരു സോൺ, ഓക്കെ ഇതുണ്ടോ, ഈ ഒരു സോണിൽ നിന്ന് കറക്റ്റ് ഇവിടുന്ന് കണ്ടിന്യൂ താഴ്ത്തു വന്നു. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടുന്ന് വന്നു, അതിനുശേഷം ഒന്ന് കൺസോളിഡേറ്റ് താഴ്ത്തു വന്നു. അതേ സെയിം ആസ് ഇവിടുന്ന് കൺസോളിഡേറ്റ് താഴ്ത്തു വന്നു. അതുപോലെ തന്നെ ഒരു മിനിറ്റ്, ഈ ഏരിയയിൽ നിന്ന് കൺസോളിഡേറ്റ് കുറച്ച് താഴ്ത്തു വന്നു, ഇവിടെ നിന്ന് താഴ്ത്തു വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്ത് വന്നിട്ടില്ല, ഒരു ഏരിയയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഇവിടെ നിറയെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഈ ബ്രേക്കൗട്ടിൽ, അതായത് ഈ സോണിൻ്റെ ബ്രേക്കൗട്ട് വരുമ്പോഴേ ചടിക്കയറുന്ന ബയ്യേഴ്സിനെ ഔട്ട് ചെയ്യുന്നു, ഇവിടെ ചടിക്കയറിയ ബയ്യേഴ്സിനെ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനൊപ്പം തന്നെ നിറയെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാർക്കറ്റിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ SL ഇല്ലാണ് മാർക്കറ്റിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്തത്? ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തപ്പോൾ ബ്രേക്കൗട്ടിൽ കയറി ബയ്യേഴ്സിനെ മാർക്കറ്റ് ഔട്ട് ചെയ്തു. സോ നമ്മുടെ ഈ ആഴ്ചയിലെ അനാലിസിസിനനുസരിച്ച് മാർക്കറ്റ് ഈ ഒരു സോൺ, അതായത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 41,700 എന്നുള്ളൊരു നല്ല ക്രൂഷ്യലായിട്ടുള്ളൊരു റേഞ്ചാണ്. അതിന് മുന്നേ നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും ഈ ഒരു ഏരിയ എങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ടെന്ന്. കണ്ട് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് താഴ്ത്തു പോയി. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു സോണാണ് ഈ ഒരു ഏരിയ കണ്ടു. ഈ ഏരിയയിൽ നല്ല റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഏരിയയിൽ ഇനി മാർക്കറ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്ന് ആൾക്കാർ ഇതേപോലെ തന്നെ സോൺ മാർക്ക് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇനി ഒരു ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇനി മേളിലോട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഈ ഒരു കണക്ക് കൂട്ടലാണ് എല്ലാവരും സാധാരണ റീറ്റെയിലേഴ്സ് നാളത്തെ ട്രേഡിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്.
സോ നമ്മൾ സാധാരണ റീറ്റെയിലേഴ്സിനെ പോലെ ചിന്തിക്കാതെ ഓപ്പറേറ്റേഴ്സ് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കാം. സാധാരണ ഓപ്പറേറ്റേഴ്സ് എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് എന്താ വിചാരിക്കുക, ഈ റീറ്റെയിലേഴ്സ് എന്താ വിചാരിക്കുന്നത്, ഈ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 50 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇനി അവിടെ നിന്ന് ബൈ ചെയ്യാം, മാർക്കറ്റ് ഇങ്ങനെ മേലോട്ട് പോകും. ഓക്കെ, മേളിൽ മാർക്കറ്റാണ്, മാർക്കറ്റ് പോകാം. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, റിയൽ ബ്രേക്ക് ഔട്ട്സ് ഇതേപോലെയുള്ള ഫേക്ക് ഔട്ട് തരത്തില്ല. ഫേക്ക് ഔട്ട് മീൻസ് മാർക്കറ്റ് ട്രാപ്പ് ചെയ്യത്തില്ല. സോ അതിനൊരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ തന്നെ, ഈ സോണിന് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂ മേളിലോട്ട് പൊക്കോണ്ടിരിക്കണം. ഓക്കെ, അതിനാണ് ട്രെൻഡിങ് ഡേ എന്ന് പറയുന്നത്, ട്രെൻഡിങ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഏരിയയിലും നല്ല മാർക്കറ്റ് സൈഡ് വേസ് പ്ലസ് വോളറ്റൈലായിരുന്നു. സോ ഈ വരുന്ന ഒരാഴ്ചയിൽ ട്രെൻഡിങ് ഡേ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതേ സെയിം ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഈ ഒരു സോണിൽ മാർക്കറ്റ് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് കണ്ടിന്യൂ താഴ്ത്തു പോയി. എന്തുകൊണ്ട്? ഇവിടുന്ന് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തപ്പോൾ കണ്ടിന്യൂ ഒരു മൊമെൻറ്റം, അതായത് ഇതേപോലെ താഴത്തോട്ട് വന്നില്ലേ, ഈ ഒരു താഴത്തോട്ട് വന്ന പോലെ ഇവിടുന്ന് കണ്ടിന്യൂ എന്തുകൊണ്ട് മേലിലോട്ടുണ്ടായില്ല? 2 ദിവസം മാർക്കറ്റ് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് 3-ാമത്തെ ദിവസം ഓരോ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ താഴ്ത്തു പോയി. സോ ഇതേപോലെ എന്തെങ്കിലും മാർക്കറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ തന്നെ കണ്ടിന്യൂ താഴ്ത്തു പോകുമെന്ന് പറഞ്ഞിരിക്കരുത്. മാർക്കറ്റ് എന്താണോ പറയുന്നത് ആ ദിവസം ചാടിക്കേറി ആദ്യത്തെ മണിക്കൂറിൽ ട്രേഡ് എടുക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നവരാണ് എപ്പോഴും പെടുന്നത്. ഫസ്റ്റ് അവറിൽ ട്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച ദിവസം, ഓക്കെ, നാളത്തെ ദിവസം മാർക്കറ്റ് ഒരു ക്രൂഷ്യലായിട്ടുള്ള ദിവസമാണ്. ബിക്കോസ് മാർക്കറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ല ഒരാഴ്ചയ്ക്ക് മുകളിലായി വോളറ്റൈൽ പ്ലസ് സൈഡ് വൈസ് ആണ്. സോ ഇനി ഒരു ട്രെൻഡിങ് ഡേക്ക് സാധ്യതയുണ്ട്. ചാടിക്കേരി ഈ ബ്രേക്ക് ഔട്ടിൽ 50 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി ഇനി ഞാൻ ഇങ്ങനെ എൻ്റെ ലോൺ എടുത്ത് അല്ലെ വീട് വിറ്റ് ഞാൻ ഇനി അങ്ങോട്ട് കോൾ ബൈ ചെയ്തോളെന്ന് പറഞ്ഞ് 1000 കൊണ്ടിട്ട് 2000 കൊണ്ടിട്ട് 10000 കൊണ്ടിട്ട് ഇന്ന് ആരും വാങ്ങാൻ നിൽക്കരുത്. ലോഡ് സൈസ് കുറയ്ക്കുക. കൺഫർമേഷൻ കിട്ടി റിയൽ ബ്രേക്ക് ഔട്ട്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഫേക്ക് ഔട്ട് എടുത്താൽ കണ്ടിന്യൂ പൊക്കോണ്ടിരിക്കും, ഇങ്ങനെ മേലോട്ട് പൊക്കോണ്ടിരിക്കും. അങ്ങനെ ചാടി കയറി എൻട്രി എടുക്കുന്നവർ തീർത്തും കുറവായിരിക്കും. സോ ലെക്കിൽ ആരെങ്കിലും കയറി കുറച്ച് പൈസ കിട്ടിയെങ്കിൽ അത് ഓക്കെ, അത് വേറെ കാര്യം. ലെക്കിൽ എല്ലാവരും പറയല്ലേ ഈ ഒരു ബ്രേക്ക് ഔട്ട് ചാടി കയറി അങ്ങനെ പൈസ ഉണ്ടാക്കുന്നവർ കുറച്ച് 0.1% മാത്രമേ ഉള്ളൂ. ഒറിജിനൽ ബ്രേക്ക് ഔട്ടിനോ അല്ലെങ്കിൽ മാക്സിമം ആളുകൾ ഒറിജിനൽ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ് ട്രാപ്പിനകത്താണ് ചാടി കയറുന്നത്. ഇവിടുന്ന് ബ്രേക്ക് ഇത് വന്ന് കണ്ടോ ഈ ഏരിയയിൽ ഒരു 50, ഇതൊക്കെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ നോക്കിയാണെങ്കിൽ 50 മിനിറ്റ് ആദ്യമേ ഒരു നല്ലൊരു എന്താ പറയുക വലിയൊരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ടാണ് ആൾക്കാർ ചാടി കയറുന്നത്. സോ അതേപോലുള്ള മണ്ടത്തരങ്ങൾ ഒഴിവാക്കുക. പക്വതയേർന്ന രീതിയിൽ ഒരു സ്മാർട്ട് റീറ്റെയിലറായിട്ട് ഓപ്പറേറ്റേഴ്സിനെ പോലെ ചിന്തിച്ചുകൊണ്ട് മാത്രം ട്രേഡ് എടുക്കുക. ഈ ഒരു ഏരിയയിൽ നല്ല വോളറ്റിലിറ്റി വന്നിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് മാർക്കറ്റ് ഈ ആഴ്ച അല്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച നല്ല ട്രെൻഡിങ് ആണ്. താഴത്തോട്ട് ബൈസിനെ ട്രാപ്പ് ചെയ്ത് താഴ്ത്തു കൊണ്ടുവന്നു. അതിനുശേഷം മാർക്കറ്റ് വോളറ്റൈൽ പ്ലസ് സൈഡ് വേസ് ആയി. ഇനി ഒരു ട്രെൻഡിങ് ഡേക്ക് സാധ്യത കൂടുതലാണ്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ട്രെൻഡിങ് ഡേ, സൈഡ് വൈസ്, വോളറ്റൈൽ, അത് കഴിഞ്ഞ് പിന്നെ ഒരു ട്രെൻഡിങ് ഡേ വരാൻ സാധ്യത കൂടുതലാണ്. സോ മാർക്കറ്റിനകത്ത് നിന്നൊരു മൊമെൻറ്റം നിങ്ങൾക്ക് മേളിലോട്ട് ഇങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് തന്നു. ഈ ഗ്യാപ്പ് അപ്പ് വരുമ്പം ആരാണ് പേടിക്കേണ്ടത്? ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പേടിക്കേണ്ടത് സെല്ലേഴ്സാണ്. ഓക്കെ, സെല്ലേഴ്സ് പേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മേളിപ്പോയി തിരിച്ച് താഴ്ത്തു വന്നു ഒരിക്കലും സെല്ലേഴ്സ് പേടിക്കില്ല. ബിക്കോസ് അവിടെ പാനിക് ബൈയിങ് ഉണ്ടാകണം. പാനിക് ബൈയിങ് മീൻസ് കണ്ടിന്യൂ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സെല്ലേഴ്സിന് പേടിയാവും. അവരവരുടെ പൊസിഷൻസ് എക്സിറ്റ് ആവും. അവിടെ പുതിയ മാർക്കറ്റിൽ പുതിയ ബൈ ഓർഡേഴ്സ് വന്നു തുടങ്ങും. സോ മാർക്കറ്റ് ഇങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് തിരിച്ച് താഴ്ത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ബയ്യേഴ്സ് ട്രാപ്പാകാൻ സാധ്യത കൂടുതലായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോൺ ബ്രേക്കായി എന്ന് പറഞ്ഞ് ബയ്യേഴ്സ് കയറി ആ ബയ്യേഴ്സിനെ കണ്ടിന്യൂ താഴത്തോട്ട് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിനകത്ത് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ 2 സെറ്റപ്പിനനുസരിച്ച് നമ്മുടെ ഈ സെറ്റപ്പിനകത്ത് ലോജിക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ എന്താ പറയുക പെട്ടെന്ന് എനിക്കൊരു വ്യൂസ് കൂട്ടാനായിട്ടോ അങ്ങനെയുള്ള ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. റീറ്റെയിലേഴ്സിനെ രക്ഷിക്കുക. ഓപ്പറേറ്റേഴ്സിൻ്റെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുക. ആ ട്രാപ്പിൽ നിന്നും നമ്മൾ പൈസ ഉണ്ടാക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ മലയാളികളായിട്ട് എനിക്ക് മലയാളത്തിൽ ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ കൂടുതൽ കാര്യം മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക്, അതായത് എന്നെപ്പോലെയുള്ള സുഹൃത്തുക്കൾ, ഞാൻ പല നഷ്ടങ്ങൾ ഞാൻ നേടിയിട്ടുള്ള ഒരാളാണ്. 10 ഇൻഡിക്കേറ്റർ, അതായത് എനിക്ക് തന്നെ അറിയത്തില്ല ട്രേഡിംഗ് വ്യൂവിനകത്ത് എത്ര ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ആയിരിക്കും ലെക്സ് ആൾഗോ എന്തൊക്കെയോ കുറേ ഇച്ചിമോക്കും അതൊക്കെ ഞാൻ ഉപയോഗിച്ച് ഞാൻ കുറേ നഷ്ടത്തിൽ നിന്ന് പെട്ട ഒരാളാണ്. സോ എനിക്ക് പറ്റിയ തെറ്റുകളൊന്നും നിങ്ങൾക്കും പറ്റാതിരിക്കാൻ
അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് ലോസിൽ നിന്ന് ലോസുകൾ റിക്കവറി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു വലിയൊരു സക്സസ് ആവുന്ന രീതിയിൽ പ്രോഫിറ്റൊന്നും കിട്ടുന്നില്ല. ബട്ട് എന്നാലും എൻ്റെ പഴയ തെറ്റുകളെ ഞാൻ ഓർത്ത് വെച്ചുകൊണ്ട് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റുകളൊന്നും നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ട്രാപ്പ് ട്രേഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം എൻ്റെ പേഴ്സണൽ ID ഞാൻ ടെലിഗ്രാം ID ഞാൻ കൊടുത്തിരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇത്രയുള്ള വീഡിയോയിൽ നന്ദി, നമസ്കാരം.